അവരുടെ പ്രതിഷേധം ഇതാണ്. കാരണം ഇങ്ങനെ സൗജന്യമായി സ്ത്രീകൾക്ക് പ്രഖ്യാപനം നടത്തിക്കൊണ്ട് അവരെ വാഹനങ്ങളിലേക്ക് KSRTCയിലേക്ക് യാത്ര ചെയ്യിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഈ പ്രൈവറ്റ് ബസ്സുകളിൽ സ്ത്രീകൾ കയറാതെ വരും. ഭൂരിഭാഗവും പ്രൈവറ്റ് ബസ്സിലേക്ക് കയറുന്നത് സ്ത്രീകളാണ് എന്നുള്ള കാര്യം അവർ ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ അവർക്കൊരു പ്രത്യേക പാക്കേജ് വേണം. സർക്കാരിൻ്റെ വന്ന് ഈ ഗ്യാരണ്ടിക്ക് പൂർണ്ണമായും എതിരല്ല എന്ന് അവർ നേരത്തെ പറഞ്ഞിരുന്നു. പക്ഷേ അവർക്ക് ചില പാക്കേജുകൾ, സമാശ്വാസ പാക്കേജുകൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണം എന്നാണ് ഈ സ്വകാര്യ ബസ് ഉടമകൾ ആവശ്യപ്പെടുന്നത്. അതിന് സർക്കാർ പരിഗണിക്കുമോ എന്നത് നമുക്കിനി അടുത്ത നിമിഷം അറിയേണ്ടതാണ്. കൂടിക്കാഴ്ചകളൊക്കെ നടത്തുമെന്നും ഈ സ്വകാര്യ ബസ് ഉടമകൾ അറിയിക്കുകയാണ്. നമ്മൾ നേരത്തെ അമലിലേക്കാണ് പോയത്. ആ സമയത്താണ് ഈ ഒരു പ്രതികരണം വന്നത്. അമൽ, നമ്മൾ പറഞ്ഞു വന്നത് ഈ സ്ത്രീകളുടെ അവകാശവുമായി ബന്ധപ്പെട്ട് അവർക്ക് നൽകിയ ഉറപ്പ് ഈ സർക്കാർ പാലിക്കുകയാണ്. ആ പ്രഖ്യാപനത്തിൽ എന്തൊക്കെ നടപടികൾ പ്രാരംഭഘട്ടത്തിൽ ആരംഭിച്ചു എന്നാണ് VD സതീശൻ അറിയിച്ചത്. അപ്പോൾ ജൂൺ 15-ന് ഈ പ്രഖ്യാപനം നടപ്പിൽ വരുമ്പോൾ മറ്റെന്തെങ്കിലും വെല്ലുവിളികൾ ഉണ്ടോ? പൂർണ്ണമായും ഒരു പ്രഖ്യാപനം നടപ്പാക്കലിലേക്കാണോ പ്രതീക്ഷിക്കുന്നത്? VD സതീശൻ്റെ വാർത്താ സമ്മേളനം തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. വാക്ക് പറഞ്ഞതാണ്, അത് പാലിക്കാനുള്ളതാണ് എന്ന വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു പ്രസ്താവനയോടെയാണ് വാർത്താ സമ്മേളനം ആരംഭിച്ചത്. അതിനുശേഷം ഈ ആശാവർക്കർമാരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കുന്ന 3000 രൂപയാണ് ആദ്യഘട്ടത്തിൽ വർദ്ധിപ്പിക്കുന്നത്. അവരാവശ്യപ്പെട്ടത് 21,000 ഇപ്പോൾ 12,000 ആയിട്ടുണ്ട്. ഘട്ടം ഘട്ടമായി അത് വർദ്ധിപ്പിക്കും. നിലവിലെ സാമ്പത്തിക സ്ഥിതി എന്ത് എന്നുള്ളത് പഠിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ കൂടുതൽ വരുമാനം ഉണ്ടാക്കാനുള്ള മാർഗ്ഗങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. അങ്ങനെ സാമ്പത്തിക സംവിധാനം സുസ്ഥിരമാക്കിയ ശേഷം അവരുടെ ആവശ്യം പൂർണ്ണമായും നിറവേറ്റും എന്നൊരു പ്രഖ്യാപനം നടത്തുകയാണ്. അതോടൊപ്പം തന്നെ അംഗൻവാടി ഹെൽപ്പർമാരുടേത് അടക്കമുള്ള ഓണറേറിയം 1000 രൂപ വീതം വർദ്ധിപ്പിക്കാനുള്ളൊരു തീരുമാനവും മുഖ്യമന്ത്രിയുടെ ആദ്യ വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിക്കുന്നു. ആദ്യ ക്യാബിനറ്റിൽ നിർണായകമായ തീരുമാനങ്ങൾ, ജനകീയമായ തീരുമാനങ്ങളാണ് ഉണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ, ഇപ്പോൾ നമ്മൾ കേട്ട ബസ് ഓപ്പറേറ്റീവ് അസോസിയേഷൻ്റെ പ്രതികരണമാണ്. അങ്ങനെ അതുപോലെ വെല്ലുവിളി നിറഞ്ഞ ഒരു പ്രഖ്യാപനം കൂടി നടത്തുന്നു. ജൂൺ 15 മുതൽ KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നടപ്പാക്കും എന്നുള്ളതാണ് പ്രഖ്യാപിക്കുന്നത്. അത് ഏത് ബസ്സുകളിലാണ്? അതിനുവേണ്ടി ഇപ്പോൾ പിങ്ക് ബസ് പോലത്തെ പ്രത്യേക ബസ്സുകൾ നിരത്തിലേക്ക് ഇറക്കുമോ, അതോ ഈ പറയുന്ന ഓർഡിനറി ബസ്സുകളിൽ മാത്രമായിരിക്കുമോ സൗജന്യം? കിലോമീറ്റർ നിശ്ചയിക്കുമോ? അങ്ങനെ തുടങ്ങിയ പല ചോദ്യങ്ങളും ഉയരുന്നുണ്ട്. അതെന്ത് എന്നുള്ള കാര്യത്തിൽ കൂടുതൽ പഠനങ്ങൾ നടത്തി തീരുമാനം പ്രഖ്യാപിക്കുമെന്ന് പറയുന്നു. എന്തായാലും ജൂൺ 15 മുതൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്ന് പറയുന്ന പ്രഖ്യാപനം നടപ്പാക്കും എന്നൊരു പ്രതീക്ഷ നൽകുന്ന പ്രഖ്യാപനം കൂടി മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. മഹിളാ മോർച്ച ഈ രണ്ടാമത്തെ പ്രഖ്യാപനം ഗ്യാരണ്ടിയിൽ പറയുന്നത് ഈ വയോജനങ്ങൾക്ക് വേണ്ടിയുള്ള അവർക്കൊരു വകുപ്പ് രൂപപ്പെടുത്തുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, നിലവിൽ ഒരു വകുപ്പുണ്ട്, അല്ലെങ്കിൽ ഈ വയോജനങ്ങളുടെ ക്ഷേമവുമായി ബന്ധപ്പെട്ട് അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ നിലവിൽ നമുക്കറിയാം അത് സാമൂഹ്യ നീതി വകുപ്പിന് കീഴിലാണ് ആ പ്രവർത്തനങ്ങൾ. അപ്പോൾ പുതിയൊരു വകുപ്പ് രൂപപ്പെടുമ്പോൾ അതിൽ സ്വാഭാവികമായും സെക്രട്ടറി ഉണ്ടാകും, ഉദ്യോഗസ്ഥരുണ്ടാകും, പരിശോധനകൾ നടക്കും. അപ്പോൾ ഇതിനെ മാതൃകയാക്കുന്നത് ജപ്പാൻ മോഡൽ എന്നാണ് ധനമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി വിശേഷിപ്പിച്ചത്. അത് എത്രത്തോളം പ്രതീക്ഷ നൽകുന്നതാണ്? പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത്, നമുക്കറിയാം വയോജനങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംഭവങ്ങൾ, അനിഷ്ട സംഭവങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ള നാടാണ് കേരളം. വയോജനങ്ങൾക്ക് വേണ്ടി പ്രത്യേകം വകുപ്പ് രൂപീകരിക്കും എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം. ആ വകുപ്പിൽ എന്തെല്ലാം കാര്യങ്ങളാണ്, അതിൻ്റെ പ്രവർത്തനം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന കാര്യത്തിലടക്കം ഇനിയിപ്പോൾ കൂടുതൽ ചർച്ചകളും മറ്റുമൊക്കെ നടക്കും. നമ്മളതിനെപ്പറ്റിയുള്ള കൂടുതൽ വ്യക്തത ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുമുണ്ടായ മറുപടി എന്ന് പറയുന്നത്, ഇന്നിപ്പോൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, ഇന്ന് ഒരു ദിവസത്തെ വാർത്താ സമ്മേളനമല്ലേ ഒരു ക്യാബിനറ്റിലേ ചേർന്നുള്ളൂ, അതിനുശേഷം നടന്ന വാർത്താ സമ്മേളനമല്ലേ, അപ്പോൾ അതേപ്പറ്റിയൊക്കെയുള്ള ചർച്ചകളുണ്ടാകും. എന്തായാലും വകുപ്പ് രൂപീകരിക്കും. ആ വകുപ്പ് ആർക്ക് എന്നുള്ള കാര്യത്തിൽ കൂടി ഒരു വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും ബിന്ദു കൃഷ്ണയ്ക്ക് പണി കുറഞ്ഞു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഈ സാമൂഹ്യനീതി വകുപ്പിന്റെ ചുമതല ബിന്ദു കൃഷ്ണയ്ക്ക് ആയിരിക്കും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു സൂചന എന്ന് പറയുന്നത്. ഏകദേശം ധാരണയായിട്ടുണ്ട് ആ കാര്യത്തിൽ. ശിശുക്ഷേമം, അതോടൊപ്പം തന്നെ വനിതാ ശിശുക്ഷേമം, സാമൂഹ്യനീതി വകുപ്പിന്റെ ചുമതലയായിരിക്കും ബിന്ദു കൃഷ്ണയ്ക്ക് എന്നുള്ളതാണ് ഒരു തീരുമാനം എത്തിയിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നും ഈ വയോജനങ്ങളുടെ ക്ഷേമം എന്ന് പറയുന്നത് സെപ്പറേറ്റ് വകുപ്പായി മാറുകയാണ്. അത് ആർക്ക് അതിന് ചുമതല കൊടുക്കും? അത് സാമൂഹ്യനീതി വകുപ്പിന് മന്ത്രിക്ക് തന്നെ അതിന്റെ ചുമതല നൽകുമോ എന്നുള്ളതാണ് അറിയേണ്ടിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ കോൺഗ്രസ്സുകാരെ സംബന്ധിച്ച്, UDFകാരെ സംബന്ധിച്ച്, യൂത്ത് കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചൊക്കെ വലിയ കയ്യടി ലഭിക്കുന്ന, അവരുടെ ഭാഗത്തു നിന്ന് വലിയ കയ്യടി ലഭിക്കുന്ന ഒരു പ്രഖ്യാപനം കൂടി ഉണ്ടായിരിക്കുന്നു. AD തോമസ് MLA, ആലപ്പുഴയുടെ MLA ആയ AD തോമസ് ഉൾപ്പെടെ ഉള്ള യൂത്ത് കോൺഗ്രസ്സുകാരെ മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാർ വളഞ്ഞിട്ട് മർദ്ദിച്ചത് കേരളം ദൃശ്യമടക്കം കണ്ടതാണ്. ആ വിഷയത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള പോലീസുകാർക്കെതിരായ കേസ്, ആ കേസ് അവസാനിപ്പിക്കാൻ ഒരു തീരുമാനമായിരുന്നു മുൻ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. കോടതി പക്ഷേ അതിന്റെ നിയമ നടപടികൾ ഏകോപിപ്പിക്കുമ്പോൾ ഈ സർക്കാർ ഈ തീരുമാനം, കാരണം ആലപ്പുഴ മജിസ്ട്രേറ്റ് കോടതി ഇതിലൊരു പുനരന്വേഷണം ആവശ്യപ്പെട്ട് ഇതിൽ തെളിവില്ല എന്ന് കണ്ണടച്ചുകൊണ്ട് അടമൻ സ്റ്റാൻഡ് എടുത്തുകൊണ്ട് മുൻ പിണറായി സർക്കാർ പറഞ്ഞ സ്ഥിതിക്ക് ഇതിലൊരു പുനഃപരിശോധന വേണമെന്ന് കോടതിയുടെ തന്നെ ഒരു ഉത്തരവുണ്ട്. അത്
പാലിക്കപ്പെടുന്നു എന്ന് കൂടി പറയാം. കാരണം രാഷ്ട്രീയം മാത്രമല്ല എന്ന് ഈ സർക്കാരിന് അവകാശപ്പെടാൻ കഴിയും. മാത്രമല്ല അവിടെയാണ് ടി അസഫ് അലിയെ പോലെയുള്ള മുതിർന്ന അഭിഭാഷകരൊക്കെ തന്നെ ഇതിനെ അപലപിച്ചു. ആ ടി അസഫ് അലി തന്നെ ഈ സർക്കാരിൽ DGP ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനായി വരികയാണ്. മുൻപരിചയവുമുണ്ട്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഈ പ്രഖ്യാപനങ്ങൾ എത്രത്തോളം, ഈ ദിവസത്തെ ക്യാബിനറ്റിലെ ഈ രണ്ട് തീരുമാനങ്ങൾ എത്രത്തോളം പ്രാധാന്യമുള്ളതാണ്? വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ തന്നെയാണ്. പ്രത്യേകിച്ചും നേരത്തെ പ്രജീഷ് പറഞ്ഞതുപോലെ ഈ പോസ്റ്റിങ്ങിൻ്റെ കാര്യങ്ങൾ നേരത്തെ DGPയെ മാറ്റുന്നു. അതിനുശേഷം ഇതിനു മുൻപ് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ സമയത്ത് DGP ആയിരുന്ന അസഫ് അലിയെ വീണ്ടും നിയോഗിക്കുകയാണ്. അസഫ് അലി UDF പ്രതിപക്ഷത്തിരുന്ന സമയത്തും പല കേസുകളിലും UDFന് താങ്ങും തണലുമായി നിന്നിട്ടുള്ള ആളാണ്. നിയമോപദേശം കൃത്യമായി നൽകിയിട്ടുള്ള ആളാണ്. അത് VD സതീശൻ്റെ കാര്യത്തിലായാലും അതോടൊപ്പം തന്നെ രമേശ് ചെന്നിത്തല അടക്കമുള്ള മറ്റ് മുഴുവൻ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം എന്തെങ്കിലും തരത്തിലുള്ള നിയമപ്രശ്നം ഉണ്ടാകുമ്പോൾ ആദ്യം എത്തുന്നത് ആസിഫ് അലിയുടെ അടുത്തേക്കാണ്. ആസിഫ് അലിയെ വിശേഷിപ്പിക്കാവുന്നത് വേണമെങ്കിൽ UDFകാരുടെ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരുടെ ഒരു നന്ദഗോപാൽ മാരാർ എന്നൊക്കെ വിശേഷിപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഇടപെടലാണ് UDFന് വേണ്ടി അദ്ദേഹം നടത്തിക്കൊണ്ടിരുന്നത്. അദ്ദേഹത്തെ വീണ്ടും അദ്ദേഹത്തിൽ വിശ്വാസം അർപ്പിക്കുകയാണ് UDFും കോൺഗ്രസും എല്ലാം. DGP ആയി ആസിഫ് അലിയെ നിയമിക്കുന്നു. അതോടൊപ്പം തന്നെ PSC അടക്കമുള്ള കാര്യങ്ങളിലെ പോസ്റ്റിങ്ങിൻ്റെ കാര്യം പിന്നീട് പറയാം. ലോകായുക്ത അടക്കമുള്ള കാര്യങ്ങളിലെ നിയമനത്തിൻ്റെ കാര്യം പിന്നീട് തീരുമാനിക്കും എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത്. മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മുഴുവൻ മറുപടി പറഞ്ഞതിന് ശേഷമാണ് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചത് എന്നുകൂടി എടുത്തു പറയേണ്ടതുണ്ട്. സമയപരിധി നിശ്ചയിച്ചിരുന്നില്ല. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകി. ഇംഗ്ലീഷിലും ഈ പറയുന്ന പ്രഖ്യാപനങ്ങളെല്ലാം ഇംഗ്ലീഷ് മാധ്യമപ്രവർത്തകർക്കായി അതും നൽകിയ ശേഷമാണ് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം അവസാനിപ്പിക്കുന്നത്. കൃത്യതയുണ്ടായിരുന്നു മറുപടികൾക്കെല്ലാം, വ്യക്തതയുണ്ടായിരുന്നു മറുപടികൾക്കെല്ലാം. ഈ വ്യക്തതയും കൃത്യതയും അതോടൊപ്പം തന്നെ ഈ ആത്മവിശ്വാസവും എല്ലാം ഇനിയും തുടരട്ടെ എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മാധ്യമപ്രവർത്തകർക്ക് ഈ സെക്രട്ടേറിയറ്റിനുള്ളിലേക്കുള്ള പ്രവേശനം വിലക്കിയിരുന്നു. ആ വിലക്ക് നീക്കുന്ന കാര്യത്തിലെ ചോദ്യമുണ്ടായപ്പോൾ ആ കാര്യത്തിൽ ഞാനും നേരത്തെ വിമർശനം ഉന്നയിച്ചിട്ടുള്ള ആളാണ്. അതിനാൽ തന്നെ പറഞ്ഞ വാക്കല്ലേ, അത് മാറ്റി പറയാൻ കഴിയില്ലല്ലോ. ആ കാര്യത്തിൽ പുനരാലോചന ഉണ്ടാകും എന്നുള്ളൊരു കാര്യം കൂടി മുഖ്യമന്ത്രി പറഞ്ഞു വെക്കുന്നുണ്ട്. ആദ്യ വാർത്താ സമ്മേളനം എന്തായാലും ജനങ്ങളുടെ കയ്യടി നേടുന്നത് തന്നെയാണ്. ഇനി തുടർന്നുള്ള ദിവസങ്ങളിൽ ഈ പറഞ്ഞിരിക്കുന്ന പ്രഖ്യാപനങ്ങളൊന്നും ചെറിയ പ്രഖ്യാപനങ്ങളല്ല, വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്ന പ്രഖ്യാപനങ്ങളാണ്. അപ്പോൾ അതൊക്കെ നടപ്പാക്കാൻ കഴിയും. പല പ്രഖ്യാപനങ്ങളും ഗ്യാരണ്ടികളും അതിന് തുടർച്ച തന്നെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിലപാട്